ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളൊരു ഭട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ഞാൻ 3 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. മൈദമാവാണ് എടുത്തിരിക്കുന്നത്. മൈദമാവിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉപ്പ്, അതായത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. വാം വാട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതും മിക്സ് ചെയ്ത് അത് സ്റ്റിക്കി ആകാതിരിക്കാനും സോഫ്റ്റായിട്ടിരിക്കാനും ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ടാണ് അതിലേക്ക് നമ്മളിത് ഒഴിക്കുന്നത്. അതിന് ശേഷം അത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു 20 മിനിറ്റ്സോളം ഞാൻ വെച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എടുത്തപ്പോഴേക്കും അത് ഡബിൾ സൈസ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളതൊരു പരത്തുന്ന കല്ലിലേക്ക് വെച്ച് നമ്മളത് പരത്തി റോൾ ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ബോളാക്കി പരത്തിയെടുക്കണം. ഇപ്പോൾ എൻ്റെ കൂടെ എലിൻ വന്നിരിപ്പുണ്ട് കൂടത്തിൽ ചെയ്യാനായിട്ട്. അപ്പോഴേക്കും ഐറൻ വന്നു. കേറ്റിലിന് അവിടെ ഇരിപ്പുണ്ട്, താഴെയുണ്ട്. കേറ്റിലിനെ കാണുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരും കൂടിയാണ് ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ബോളെല്ലാം ആക്കി എല്ലാവരും ബോളാക്കി തന്നു. ഇനി എനിക്ക് പരത്താനാണ്. ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരത്തി അത് ഒത്തിരി കട്ടി കൂടാൻ പറ്റത്തില്ല, ഒത്തിരി നൈസായിട്ടും പരത്തും. ഒരു മീഡിയം ലെവലിൽ പരത്തിയിട്ട് അതിന് ശേഷം അതിനെ ഞാൻ 4 ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവർക്ക് ട്രയാങ്കിൾ ഷേപ്പ് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. 4 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസും എണ്ണയിലേക്ക്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും തന്നെ അത് നന്നായിട്ട് ബബിൾ ചെയ്ത് വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് പെട്ടെന്ന് ഇത് കുക്കായി ചുമന്ന് വരും കേട്ടോ. പെട്ടെന്ന് നോക്കി നിന്ന് എടുക്കണം. എന്നിട്ട് നമ്മളത് കോരിയെടുത്തു. അങ്ങനെ എല്ലാം ഓരോന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ടിഷ്യൂ ഇട്ട് പാത്രത്തിലേക്ക് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ആ എണ്ണ അങ്ങ് മാറിപ്പോക്കുള്ളൂ, അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുമല്ലോ എന്നോർത്ത്. അതിനിടയിൽ കേറ്റ് ചെയ്യുന്ന പണി കണ്ടോ, മൈദമാവിനകത്ത് കയറിയിരിക്കുക. അതിനകത്തിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത്രയും നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇവിടെ ഇവർക്ക് ആർക്കും കറിയൊന്നും വേണ്ട. ഇവർക്കിത് തന്നെ രാവിലെ കൊടുത്താൽ മതി. അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർക്കൊരു കെച്ചപ്പ് കൂടെ ഡിപ്പിന് കൊടുത്താൽ മതി. അവർ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.